പുത്രിവാത്സല്യം നല്ലതാണ്. പക്ഷെ ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് പുത്രിവാത്സല്യം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. പുത്രിയോടുള്ള അമിതമായ വാത്സല്യം കൊണ്ട് മരുമകനെ എടുത്ത് തന്റെ സ്ഥാനത്തേക്ക് ഇരുത്തുവാൻ വേണ്ടി കാണിച്ചു കുറെ കോമാളിത്തരങ്ങൾ. കൂരിയാട് കൊട്ടി ഘോഷിച്ചു കൊണ്ടുവന്ന 6 വരി പാത എന്താ പറയുക, ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് നിലം പോലെ. ഉദ്ഘാടന മാമാങ്കത്തിന് അവിടെ റീൽസിന് ഇങ്ങനെ മൊബൈലൊക്കെ വെച്ച് നിൽക്കുക. ഉദ്ഘാടന മാമാങ്കം ദുരന്ത ഘോഷയാത്രയായ കാരണം സ്കൂൾ ബസ് അടക്കമുള്ള വാഹനങ്ങൾ പോകുന്ന സമയത്ത് ഇടിഞ്ഞു താഴ്ന്ന എന്തോ ദൈവഭാഗ്യം, ഞാൻ മുൻപ് പറഞ്ഞ പോലെ എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് തലമുടി നാരിടയ്ക്ക് രക്ഷപ്പെട്ടു പോയ ഒരു ദുരന്തം ഇന്നലെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, കൊരട്ടി സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ദുരന്തം. 1 വഴച്ചാൽ 3 എന്നാണ്. ഇനിയെങ്കിലും ഇതിന് കടിഞ്ഞാണിടാത്ത പക്ഷെ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിന്. അങ്ങനെ കേരളത്തിന് ഈ പറയുന്ന 1 മാസം തന്നെ ധാരാളമാണ് ചേട്ടാ. 1 മാസം അതവിടെ ഈ വരുന്ന അവരിങ്ങനെ ക്ലിഫ് ഹൗസിൽ എന്തൊക്കെയാണ് ഇനി പിണറായിയിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് ചേച്ചി. പക്ഷെ ഞാൻ പറഞ്ഞു അത് അടുക്കിക്കൊണ്ടിരിക്കുക. ഒരു വലിയ ക്ലിഫ് ഹൗസിന് എന്തൊക്കെ ഇനി പിണറായിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചേച്ചി കമലച്ചേട്ടത്തെ അടുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ഒരു വലിയ ദുരന്തം വരുന്നതിന് ഇപ്പോൾ ഇതൊക്കെ തടയണം. പിന്നെ പൊതുജനങ്ങളുടെ കണ്ണി പൊടിയിടുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ തൃശ്ശൂർ ദേശീയപാത സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊടിയിടുവല്ല, പൊടി പറത്തുവാണ്. ആ പൊടിയില് കാഴ്ചകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്.